ഈശോയിൽ പ്രിയരെ, വിശുദ്ധ പോൾ മിക്കിയുടെയും സഹചരന്മാരുടെയും തിരുനാളിൻ്റെ ആശംസകൾ നേരുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ ജപ്പാനിലുള്ള മിഷൻ പ്രവർത്തനങ്ങളെ തുടർന്നാണ് അതിൽ നിന്ന് വലിയ ആത്മീയ തീക്ഷ്ണത ഉൾക്കൊണ്ട് ഈ പോൾ മിക്കിയും സഹചരന്മാരും ഒരു സുവിശേഷ പ്രഘോഷണം നടത്തിയത്. അപ്പോൾ അവരെ ഭയമായിരുന്നു അന്നത്തെ ഭരണാധികാരികൾക്ക്. കാരണം എല്ലാവരും ഈശോയിൽ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെ അവരെ വിട്ടുകഴിഞ്ഞാൽ ശരിയാകിയല്ല. അങ്ങനെയാണ് ഇവരെ കൂട്ടമായിട്ട് കൊല്ലുന്ന ഒരു രീതി. അതായത് ഈ 26 പേരുണ്ട്. 26 പേരെയും കുരിശിൽ ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തി അവിടെ നാട്ടിയ കുരിശുകളിൽ ഓരോരുത്തരെയും കെട്ടിയിട്ട് കുന്തം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി. ഇപ്പം നാളെ നമ്മൾ വിശുദ്ധ ഗൊൺസാലോ ഗാർസിയ എന്ന വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. അദ്ദേഹം ഇന്ത്യക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ ജപ്പാനിലായിരുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് അവരെയും കൊന്നത്. അപ്പോൾ അവർ വളരെ സ്നേഹത്തോടെ കർത്താവിന് വേണ്ടിയിട്ട് മരണം വരിക്കാനായിട്ട്, ഇതിൽ പോൾ മിക്കിയൊക്കെ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ അത് പ്രചരിപ്പിച്ചതിൻ്റെ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കൊല്ലപ്പെടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. കുരിശിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം മരണകാരണം പറഞ്ഞ് വെളിപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ആ തീക്ഷ്ണത നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, അത് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടുന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയും. ഇത് ഇങ്ങനെ ഒരു പ്രയോഗം മാത്രമാണെന്ന് വിചാരിക്കേണ്ട. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതിപ്പോൾ 72 പേരെ അയക്കുന്ന ഭാഗത്താണിത് പറയുക. ലൂക്കായുടെ സുവിശേഷത്തിൽ അത് അപ്പോസ്തലന്മാർ അയക്കുന്നുണ്ട്, 72 പേരെ പിന്നെ അയക്കുന്നുണ്ട്. ആ രണ്ടിടത്തും ഇത് പറയുന്നുണ്ട്, പൊടി തട്ടിക്കളയാൻ. ഇനി ഇത് പൗലോസ്ലീഹ അത് നടപടിയാക്കിയിട്ടുള്ള കാര്യമാണ്. 13-ാം അധ്യായം, നടപടി പുസ്തകം 13-ാം അധ്യായത്തിൽ 49 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. എന്നാൽ യഹൂദന്മാർ ബഹുമാന്യരായ ഭക്തസ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും ബർണബാസിനും എതിരായി പീഡനം ഇളക്കിവിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ 51-ാമത്തെ വചനം, അതായത് നടപടി പുസ്തകം 13:51, അവർ തങ്ങളുടെ പാദങ്ങളിലെ പൊടി അവർക്കെതിരായി തട്ടിക്കളഞ്ഞിട്ട് ഇക്കോണിയത്തിലേക്ക് പോയി. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. അപ്പോൾ ഇത് വളരെ പ്രാവർത്തികമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയും പൗലോസ്ലീഹായ്ക്ക് വേറൊരു സംഭവം കൂടിയുണ്ട്. ഈ പൊടി മാത്രമല്ല തട്ടിക്കളയുക, ഉടുപ്പിങ്ങനെ കുടഞ്ഞിട്ട് പോയി കളയും. അതൊരു ആക്ഷനാണ്. അത് നോക്കിക്കേ, നടപടി പുസ്തകം 18-ാം അധ്യായം. സീലാസും തിമോത്തിയോസും മക്കദോനിയയിൽ നിന്ന് എത്തിച്ചേർന്ന അവസരത്തിൽ യേശുവാണ് ക്രിസ്തുവെന്ന സാക്ഷ്യം നൽകിക്കൊണ്ട് യഹൂദന്മാർക്ക് ബോധ്യം വരുത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു പൗലോസ്. അവർ അവനെ എതിർക്കുകയും ദൂഷണം പറയുകയും ചെയ്തപ്പോൾ അവൻ സ്വന്തം വസ്ത്രങ്ങൾ കുടഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ രക്തം നിങ്ങളുടെ തന്നെ ശിരസിൽ പതിക്കട്ടെ, ഞാൻ നിരപരാധനാണ്, ഇനി ഞാൻ വിജാതിയരുടെ അടുക്കലേക്ക് പോകുന്നു. അവർ വേറെ പണി നോക്കിപ്പോയി. അപ്പോൾ ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവസരങ്ങളോട് സഹകരിക്കാത്തവർ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ധ്യാനിക്കാം. സഹകരിക്കാത്തവർ. ഈശോയുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അങ്ങനൊരു പുള്ളി ഉണ്ടല്ലോ, യൂദാസ് കറിയോത്ത. സഹകരിച്ചില്ലല്ലോ, എരന്ന് വാങ്ങിച്ചതാ. ഞാനിങ്ങനെ എല്ലാ സുവിശേഷങ്ങളൊന്ന് അങ്ങനെ കടന്നു പോയപ്പോഴും ഒരു 13 തവണയാണ് ഹിൻഡ് കൊടുത്തിട്ടുള്ളത്. രക്ഷപ്പെടാമായിരുന്നു. ഒന്നാമത്തെ ഹിൻഡ്, കാല് കഴുകുമ്പോൾ 12 പേരുമായിട്ടിരിക്കുമ്പോൾ 12 പേരോട് പറയാണ്, നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, പക്ഷെ എല്ലാവരുമല്ല. ഇതൊരു ധ്വനിയാണ്.
നിൻ്റെ പോക്കത്ര ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഓ പിന്നെ അങ്ങനെ പറയരുത്, എവിടെയാണ് എൻ്റെ പോക്കിൽ ഒരു കുഴപ്പം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഈശോ 2 സുവിശേഷങ്ങളിൽ അത് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലുമൊക്കെ അത് പറയുന്നുണ്ട്. ഒറ്റിക്കൊടുക്കും, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് ഈശോ പറയും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, കർത്താവ് ഇത് ഞാനല്ലല്ലോ, കർത്താവ് ഇത് ഞാനല്ലല്ലോ. എല്ലാവരും ചോദിക്കുമ്പോൾ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവനും ചോദിക്കേണ്ടതല്ലേ? ചോദിക്കുന്നുണ്ടത്, കർത്താവ് ഇത് ഞാനല്ലല്ലോ. ഇനിയും മറ്റൊരിടത്ത് പറയാണ്, അവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേലുണ്ട്. അവൻ്റെ കൈ എൻ്റെ അടുത്ത മേശമേലുണ്ട്. ഇനി വക്ഷസി ചാരിക്കിടക്കണ യോഹന്നാൻ ചോദിക്കും, വക്ഷസി ചാരിക്കിടന്നുകൊണ്ട് ഒന്ന് ഇമാജിൻ ചെയ്തേ, വക്ഷസിലേക്ക് ചാരിക്കിടന്നുകൊണ്ട്, അതായത് എല്ലാവരുടെയും കേന്ദ്ര കഥാപാത്രം ഈശോയാണല്ലോ. എല്ലാവരും ഈശോയെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോഴാണ് ഒരുത്തൻ യോഹന്നാൻ ശ്ലീഹ ഈശോയോട് ചേർന്ന് നിന്നിട്ട് ആണ് ചോദിക്കുന്നത്. അതായത് ഈശോയെ നോക്കി ഇരിക്കുന്നവർക്ക് ആ ചോദ്യം കേൾക്കാൻ പറ്റും, കർത്താവേ ആരാണത്, കർത്താവേ ആരാണത്. ഇത് കേൾക്കുമ്പോൾ ഇത് ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവന് മനസ്സിലാകേണ്ടതല്ലേ? ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, പാത്രത്തിൽ കൈമുക്കുന്നവൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അപ്പക്കഷണം ആർക്ക് കൊടുക്കുന്നുവോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് യൂദാസ് ഇസ്കറിയോത്തേക്ക് കൊടുത്തു. അതായത് ഡയറക്റ്റ് ഹിൻഡ്, വളരെ ഡയറക്റ്റായിട്ട് പറയാണ്, അപ്പക്കഷണം ഞാൻ ആർക്ക് കൊടുക്കുന്നു അവൻ എന്നെ ഒറ്റിക്കൊടുക്കും. എന്നിട്ട് യൂദാസ് ഇസ്കറിയോത്തേക്ക് കൊടുത്തു. ഇതെല്ലാവരും കണ്ടതല്ലേ? എന്നിട്ട് യോഹന്നാൻ്റെ സുവിശേഷം അതിന് തുടർന്നുള്ള ഭാഗം, യൂദാസ് ഇസ്കറിയോത്തോട് ഈശോ, നീ ചെയ്യാനിരിക്കുന്ന പോയി ചെയ്യുക. അപ്പോൾ ഇതിൽ ലൂക്കായുടെ സുവിശേഷം തങ്ങളിൽ ആരാണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. തങ്ങളിൽ ആരാണ്? ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ പറയും, എന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നതിന് നിനക്ക് ദുരിതം എന്ന് ഡയറക്റ്റ് പറയാണ്. അപ്പോൾ അത് ഞാനാണോ എന്ന് ചോദിക്കും. ഗുരു അത് ഞാനോ? യൂദാസ് ഇസ്കറിയോത്ത് ചെയ്യുക, ഗുരു അത് ഞാനോ? ഈശോ മറുപടി പറയും, നീ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഇങ്ങനെ ഒരു എത്ര 10-13 കാര്യങ്ങൾ, 10-13 കാര്യങ്ങളാണ്, 10-13 അവസരങ്ങളിലാണ് ഇങ്ങനെ പറയുന്നത്. എന്നിട്ടും നന്നായില്ല. അതായത് ഒട്ടും സഹകരിക്കുന്നില്ല, ഒട്ടും വരുന്നില്ല, ഒട്ടും കൂടെ മനസ്സുകൊണ്ട് പോലും വരുന്നില്ല, ഒരു അനുതാപം പോലും ഉണ്ടാകുന്നില്ല. അപ്പോൾ എത്ര അന്ധമായി പോയെന്ന് ഓർത്തോക്കിയേ. ഇനിയും യോഹന്നാൻ 13:28 ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവൻ ഇതെന്തിന് പറഞ്ഞു എന്ന് അറിഞ്ഞില്ല. അതായത് അതാണ് ഏറ്റവും വലിയ കോമഡി. ആ കൂട്ടത്തിൽ ആർക്ക് ഇത്രയും പറഞ്ഞിട്ടും നീ ഇങ്ങനെ നീ ചെയ്യാനിരിക്കുന്നത് ചെയ്യുക. അത് 27-ാമത്തെ വാക്യമാണ്, നീ ചെയ്യാനിരിക്കുന്നത് ചെയ്യുക എന്ന് വളരെ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ട് 28-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവൻ ഇത് എന്തിന് പറഞ്ഞു എന്ന് അറിഞ്ഞില്ല. അത്തരം ബുദ്ധിയില്ലേ അവർക്ക്, ഒട്ടും. അത് ചിലപ്പോൾ അന്ധമായി പോയതായിരിക്കാം, ഇവരറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഈ പൊടി തട്ടിക്കളഞ്ഞു പോയി എന്ന് പറയുമ്പോൾ അത് വളരെ അവസാനത്തെ പണിയാണ്. ഇനി അപ്പോൾ ഈശോയ്ക്ക് യൂദാസിനെ രക്ഷിക്കാൻ ഈശോ പഠിച്ച പണി 18 നോക്കിയിട്ടും ഈശോയ്ക്ക് പറ്റിയില്ല. അപ്പം നമ്മുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും? നമ്മൾ രക്ഷപ്പെടുവോ? അപ്പം സഹകരിക്കാതിരുന്നാൽ രക്ഷ ഉണ്ടാവില്ല. ദൈവത്തോട് സഹകരിക്കാതിരുന്നാൽ നമുക്ക് രക്ഷ ഉണ്ടാകില്ല. ദൈവത്തോട് നമ്മൾ സഹകരിക്കണം, ദൈവിക നിർദ്ദേശങ്ങളോട് നമ്മൾ സഹകരിക്കണം. അപ്പോൾ ഇതിന് സഹകരിക്കാത്തതിന് ഒരു കാരണം നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് വേണമെങ്കിൽ പറയാം, എനിക്കറിയില്ല എന്ന് പറയാം. ഇതൊന്നും എനിക്കറിയില്ല. ഈ കൂട്ടത്തിൽ നിന്ന് അപ്പോസ്തലന്മാർക്ക് മറ്റുള്ളവർക്കൊന്നും മനസ്സിലായില്ല, അവരറിഞ്ഞില്ലെന്നാണ് പറയാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി ഒഴികഴിവില്ല എന്ന് പറയുന്നുണ്ട്. അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. അറിഞ്ഞില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഞായറാഴ്ച പള്ളി പോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു, കൂടെ കുമ്പസാരിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്ങനെ പറയും? ഇനി എങ്ങനെ പറയും അറിയില്ലായിരുന്നെന്ന്? എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇനി ചിലപ്പോൾ
ഒരു ഒരു അന്ധത ബാധിക്കും. ചിലപ്പോൾ നമ്മൾ ഈ ദൈവിക നിവേശനങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ പിശാച് നമ്മളെ ബന്ധിച്ചിടും. ഒരു 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 അന്ധമായ എന്തിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവറിൽ പെട്ടതുപോലെ, ഒരു വേറെന്തിൻ്റെയൊക്കെ ഒരു മാസ്മരിക വലയത്തിൽപ്പെട്ടതുപോലെ. അങ്ങനെയാണോ നമ്മൾ? അങ്ങനെയാണോ? ഇവിടെ എന്തെങ്കിലും ആലസ്യത്തിലാണോ ഇരിക്കുന്നത്? അല്ലല്ലോ. എന്തിൻ്റെങ്കിലും ഒരു ആലസ്യത്തിൽ, ഒരു മയക്കത്തിലാണോ നിങ്ങൾ? കത്തോലിക്ക വിശ്വാസ ജീവൻ നയിക്കുമ്പോൾ നിങ്ങൾ കിറങ്ങിയാണോ നടക്കുന്നത്? ബോധമില്ലാതെയാണോ നടക്കുന്നത്? എന്തെങ്കിലും മദ്യപന്മാരെ പോലെ നിങ്ങൾ പരസ്പര ബന്ധമില്ലാത്ത രീതികളിൽ സംസാരിക്കുകയും ചിന്തിക്കുകയുമാണോ ചെയ്യുന്നത്? അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പം സഹകരിക്കണ്ടേ? ഒരു വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റുകയില്ല. പ്രിയ ദൈവ പൈതലേ, നിന്നോട് ചോദിച്ചിട്ടല്ലല്ലോ ദൈവം നിന്നെ സൃഷ്ടിച്ചത്. പക്ഷെ നിന്റെ സഹകരണം കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റുകയില്ല. അതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അവസാനത്തെ ഒരു അറ്റകൈയും പ്രയോഗിച്ച് ഇട്ടുകളയാതെ പോകട്ടെ. ഇല്ല, നമ്മളാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ദേഷ്യം വന്ന് ഇട്ടിട്ട് പോകും. ഇനി നീ നിൻ്റെ പാട് നോക്ക്. അങ്ങനെ ദൈവം നമ്മളോട് പറഞ്ഞാലോ? എൻ്റെ ദൈവം എന്നെ വിട്ടുകളയല്ലേ. അപ്പോഴാണ് പോൾ മിക്കും സഹചരന്മാരും അവർ എത്ര എക്സ്ട്രീമിൽ പോയിട്ടാണ് ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്നത്. അത്ര എക്സ്ട്രീമിലൊക്കെ പോകാൻ നമുക്ക് പറ്റുമോ? പക്ഷെ നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ, ഈശോയ്ക്ക് വേണ്ടി ചിന്തിക്കാൻ, ഈശോ തന്നിട്ട് അനുഗ്രഹങ്ങളെ നന്ദിയോടെ സ്വീകരിക്കാൻ, ഒന്നും അറിയാത്തത് കണക്ക് ജീവിക്കാൻ നമുക്ക് പറ്റുമോ? കുറേ നാൾ കുമ്പസാരിക്കാൻ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്കിതൊന്നും ബാധിക്കില്ല എന്നതുപോലെയാണോ നമ്മുടെ ജീവിതം? നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, അപ്പോസ്തലന്മാർ ഉടുപ്പ് കുടഞ്ഞ് പൊടിയും തട്ടിക്കളഞ്ഞ് ആ ദേശം വിട്ടിട്ട് അവരെന്നിട്ട് പോയിട്ട് അടുത്ത സ്ഥലത്ത് പോയി ആത്മാവിലും പരിശുദ്ധാത്മാവിലും നിറഞ്ഞ് അവർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ കർത്താവ് തള്ളിക്കളയിലെ കർത്താവ്. ഈ യൂദാസ് കറിയോത്തൊക്കെ ഒരു എത്ര തവണ ഹിൻഡ് കൊടുത്ത് എൻ്റെ ജീവിതത്തിൽ അതിനേക്കാൾ ഉപരി എത്ര ഹിൻഡുകൾ നന്നാകാനും ദൈവത്തിൻ്റെ വഴിയിൽ വരാനും എത്ര ഹിൻഡുകൾ തന്നു. കർത്താവ്, ഇതെല്ലാം തിരിച്ചറിയാൻ എനിക്കൊരു കൃപ തരണമേ കർത്താവേ. അങ്ങയുടെ കൂടെ നിർത്തണമേ ഈശോയെ, തള്ളിക്കളയല്ലേ കർത്താവേ. അതാണ് 51 സങ്കീർത്തനം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നെ എടുത്ത് കളയല്ലേ കർത്താവേ. എന്നെ അങ്ങനെ തള്ളി ഇനി ഒരു പോക്ക് പോയി എന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ച് കളയല്ലേ കർത്താവേ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്കതിനു വേണ്ടി ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. മാതാവ് പാപികൾക്ക് വേണ്ടി നിലകൊള്ളുന്നവളാണ്. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.